കേരളത്തിലെ കോർപ്പറേഷനുകളിലാണ് മുന്നണികൾക്ക് പ്രധാനമായിട്ടും നോട്ടം. പ്രത്യേകിച്ച് തലസ്ഥാനമായ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചെടുക്കുക എന്നുള്ളത് ബി ജെ പിയുടെ ഒരു പ്രഖ്യാപിത ലക്ഷ്യമാണ്. ബി ജെ പിക്ക് തിരുവനന്തപുരം കൂടാതെ തൃശ്ശൂർ കൂടി നോട്ടമുണ്ട്, പ്രതീക്ഷയുമുണ്ട്. അപ്പം ഇത് ബാക്കിയുള്ളിടങ്ങളിലെ സ്ഥിതി എങ്ങനെയായിരിക്കും? തിരുവനന്തപുരം ബി ജെ പിക്ക് വളരെ പ്രയാസമില്ലാതെ നേടിയെടുക്കാൻ കഴിയും. തല പിടിച്ചാൽ പിന്നെ ബാക്കിയെല്ലാം എന്നുള്ള ഒരു സിദ്ധാന്തമുണ്ടല്ലോ. ഏത് ജീവിയും ശ്രദ്ധിച്ചിട്ടില്ലേ? ആദ്യം ഏതിൻ്റെ ഇരയുടെ ആദ്യം തലയാണ് വിഴുങ്ങുന്നത്, പിന്നെ പ്രശ്നമില്ല. അതുപോലെ കേരളത്തിൻ്റെ തല പിടിച്ചാൽ പിന്നെ ബാക്കി ബി ജെ പിക്ക് എളുപ്പമാണ്. പിന്നെ തൃശ്ശൂർ എന്ന് പറയുന്നത് അതിൻ്റെ ഹൃദയവും സാംസ്കാരിക ഹൃദയമാണ്. തൃശ്ശൂർ തലസ്ഥാനമാണ്. അപ്പോൾ തീർച്ചയായിട്ടും തിരുവനന്തപുരവും തൃശ്ശൂരും പിടിച്ചാൽ പിന്നെ കേരളത്തിൻ്റെ ഏതാണ്ട് ഒരു 60% 70% പിടിച്ചതിന് തുല്യമാണ്. ആ ഒരു ലക്ഷ്യം മുൻനിർത്തിയാവണം തിരുവനന്തപുരത്തെ പ്രചരണവും തിരുവനന്തപുരത്തെ പ്രവർത്തനവും. ബി ജെ പി ഇന്നുവരെ കേരളത്തിൽ കാണിച്ചിട്ടില്ലാത്ത അത്ര ഒരു ഡീപ്പ് കൺസോളിഡേറ്റഡ് ആണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. എന്നാൽ പലരും പറയുന്നുണ്ട് ബി ജെ പിയുടെ നിലവിലുള്ള 10 സീറ്റുകൾ നഷ്ടപ്പെടും, അപ്പോൾ എങ്ങനെ ബി ജെ പി മുന്നോട്ട് വരും? ഞാനും 10, ചിലർ 12 പറയുന്നുണ്ട്, ചിലർ 10 പറയുന്നുണ്ട്. ഞാനും പ്രതീക്ഷിക്കുന്നത് ഒരു 10 സീറ്റിനടുപ്പിച്ച് നിലവിലെ സീറ്റുകൾ ബി ജെ പി കുറയും. അതായത് 34-24 ആയി പോകും എന്ന്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അവർ ഭരിക്കുക? അവിടെയാണ് അതിൻ്റെ മാജിക്ക്. 10 സീറ്റുകൾ കുറയുമ്പോൾ 22ഓളം സീറ്റുകൾ ഉറപ്പായും അവർക്ക് പ്രത്യേകമായിട്ട് കിട്ടാനും കൂടെ പോവുകയാണ്. തിയറി മനസ്സിലായോ? 10 സീറ്റുകൾ കുറയും. നിലവിലെ 10 സീറ്റുകൾ അവിടെ ഇവിടെയൊക്കെ തോൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ കഴിഞ്ഞ തവണ കിട്ടാത്ത 22ഓളം സീറ്റുകൾ ഇത്തവണ അവർ പുതുതായിട്ട് പിടിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പുള്ളത് ഉണ്ട് എന്നുള്ളത് എനിക്കൊരു വിഹക വീക്ഷണത്തിൽ പറയാൻ കഴിയും. ആ സീറ്റുകൾ വെച്ചുകൊണ്ട് അവർ 35 പ്ലസ് 12 22 അല്ലേ പറഞ്ഞത്? അപ്പോൾ അതിൽ 10 പോയാൽ 12. അപ്പോൾ പഴയ 35 ഇപ്പോഴത്തെ 12 ചേർത്തവർക്ക് മുന്നോട്ട് പോകാൻ കുറച്ചുകൂടെ എളുപ്പമാവും എന്നുള്ളതാണ് എൻ്റെ ഒരു കണക്ക്. ആ തിയറി വരുമ്പോൾ അവർക്ക് കിട്ടാൻ പോകുന്ന സീറ്റുകളുടെ എണ്ണം ഏതാണ്ട് 45ഓളം വരും. 47ഓളം വരണം. അതിൽ 10 പോകും. പിന്നെ 24 പിന്നെ ഈ ഇത്രയും കുറവ് വരുന്നത് തിരിച്ച് കവർ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് ആ 10 സീറ്റിൻ്റെ നഷ്ടം വലിയൊരു നഷ്ടമല്ലാതാവും. ഈ 10 സീറ്റ് നിലവിലുള്ളത് നഷ്ടപ്പെടും എന്ന് തോന്നുന്നത് ഈ കോൺഗ്രസ് അല്പം ഒന്ന് നില മെച്ചപ്പെടുത്തുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും ത്രികോണ മത്സരം കട്ടയ്ക്ക് പലയിടത്തും വന്നിരിക്കുന്നു. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഒരു 10ഓളം വാർഡുകളിൽ ഏതാണ്ട് ടോസ് പോലെയാണ്. പെട്ടി പൊട്ടിച്ച് 13-ാം തീയതി പെട്ടി പൊട്ടിച്ച് അവസാനത്തെ വോട്ട് എണ്ണുന്നത് വരെ ഒരു 10ഓളം വാർഡുകളിലെ ഫലം ആർക്കും പ്രവചിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് തിരുവനന്തപുരത്തെ കൺഫ്യൂഷനിലാക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, തിരുവനന്തപുരം കുറെ കൂടെ വളരെ ശക്തമായ ഒരു പോരിലേക്ക് പോയിരിക്കുന്നു. ആ പോരിൽ ഈ 10ഓളം മണ്ഡലങ്ങളിൽ ഏറിയ കൂറും ബി ജെ പി പിടിക്കും എന്നുള്ള ഒരു ധാരണയും ഉണ്ട്. ഈ 10ഓളം ത്രികോണം ഞാൻ പറഞ്ഞില്ലേ, കട്ട ത്രികോണം, അതിൽ ഏറിയതും കൂടെ ബി ജെ പി പിടിച്ചാൽ അവർക്ക് 50 കടക്കാൻ കഴിയും. അവർ പറയുന്നത് 51, 51, 1 എന്നുള്ളതാണ് മിനിമം. ഏറ്റവും കുറഞ്ഞത് ഞങ്ങൾക്ക് 51, 1, അതായത് 52 സീറ്റ്. 51 മതി ഭൂരിപക്ഷത്തിന്, 1 കൂടെ പിടിക്കും എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ ഒരു പിടുത്തം നടന്നില്ലെങ്കിൽ തൃശങ്കുവിലേക്ക് പോകും. ആ തൃശങ്കുവിലേക്ക് പോകാതിരിക്കാനായിട്ട് തിരുവനന്തപുരത്തെ ജനത വോട്ട് ചെയ്യണം എന്നുള്ളതാണ് ബി ജെ പി ഓരോ തലങ്ങളിലും പോയി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത്. തൃശങ്കുവിലേക്കുള്ള സാധ്യത ബി ജെ പി മണത്തു. തീർച്ചയായിട്ടും. കാരണം മത്സരം വളരെ കഠിനമായി. ചില ഏരിയകളിൽ പിന്നെ അകത്തെങ്ങനെയാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ടും പറയാൻ പറ്റില്ലെങ്കിലും പുറത്ത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പ്രതീതി ജനിപ്പിക്കുന്ന നിരവധി വാർഡുകൾ തിരുവനന്തപുരത്ത് വന്നു. തിരുവനന്തപുരത്ത് മാത്രമേ ഇത്രയും വലിയ ഒരു പോരാട്ടം നടന്നിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇത്ര ശക്തമായി ബി ജെ പിയുടെ ഒരു മുന്നേറ്റമാണ്. ബി ജെ പിയുടെ ഒരു സാന്നിധ്യം അവർ ഏതാണ്ട് 80ഓളം വാർഡുകളിൽ അതിശക്തമാക്കി. 80ഓളം വാർഡുകളിൽ ഞങ്ങൾ ഒന്നുകിൽ ഒന്നാമത് അല്ലെങ്കിൽ രണ്ടാമത് എന്നുള്ള രീതിയിലേക്ക് വന്നു. അപ്പോൾ അതിലാണ് അവരുടെ പ്രതീക്ഷ. അപ്പോൾ 1-2 എന്ന രീതിയിൽ വന്നാൽ മാത്രമേ തങ്ങൾക്ക്
ഒന്നാമനാവാൻ കഴിയുള്ളൂ എന്നുള്ള ഒരു പോളിസിയിലാണ് അവർ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് കുറച്ചുകൂടെ മുന്നേറ്റത്തിന് സാധ്യത കൂടുതലാണ് ഈ തെരഞ്ഞെടുപ്പ്. ഈ UDF ചിലയിടങ്ങളിൽ സൈലന്റ് ആണ്, ചില വാർഡുകളിൽ അങ്ങനെയാണ് കാണാൻ കഴിയുന്നത്. UDF-ഉം BJP-യും തമ്മിലുള്ള ഒരു പോരാട്ടമാണ്. സൈലന്റ് ആയതല്ല, അവര് സാമ്പത്തികമായി പ്രവർത്തകരുടെ കുറവ് കൊണ്ട് ഒക്കെ അവർ പുറകോട്ട് പോയതാണ്. അവരുടെ നേതാക്കളൊന്നും പുറകോട്ട് പോയിട്ടില്ല. നേതാക്കൾ ഏതാണ്ട് BJP ആണ് ഏറ്റവും ശക്തമായിട്ട് നേതാക്കളെ അണിനിരത്തിയിരിക്കുന്നത്. അതായത് ഓരോ മണ്ഡലത്തിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ളവർ റിസൾട്ട് കാണിക്കണം എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ടാകും. നരേന്ദ്രമോദി രാജീവ് ചന്ദ്രശേഖർക്ക് പച്ചക്കൊടി കാട്ടിയിരിക്കുന്നു, കാവിക്കൊടിയും കാട്ടിയിരിക്കുന്നു. ഗോ അഹെഡ്. BJP-യുടെ, അതായത് ഞാൻ പച്ചക്കൊടി എന്ന് പറഞ്ഞാൽ എന്ത് പ്രവർത്തനം നടത്തും, മാനേജ്മെന്റ് എങ്കിൽ മാനേജ്മെന്റ്, അല്ല രാഷ്ട്രീയത്തിൻ്റെ ചില തന്ത്രങ്ങളും മെയ്വഴക്കവുമാണ് കാണിക്കേണ്ടെങ്കിൽ അത്, ചിലരെ വെട്ടി നിരത്തേണ്ടതാണെങ്കിൽ അതിൻ്റെ സമയം വരുമ്പോൾ അതും ചെയ്യാനുള്ള ഒരു വീറ്റോ പവർ കൊടുത്ത് വിട്ടിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പച്ചക്കൊടി എന്ന് പറഞ്ഞത്. രണ്ടാമത്തേത് കാവിക്കൊടി എന്ന് പറഞ്ഞത് ഹിന്ദുത്വത്തിൻ്റെ മണ്ണാണ് കേരളം എന്നുകൂടി കേരളീയരെ ബോധ്യപ്പെടുത്താൻ അല്ലെങ്കിൽ ഇന്ത്യയെ ബോധ്യപ്പെടുത്താൻ കൂടിയുള്ള ഒരു അവസരമായിട്ട് ഈ ഇലക്ഷനെ ഉപയോഗിക്കണമെന്ന് കൂടെ അതിൻ്റെ പിന്നിലൊരു നിർദ്ദേശമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പച്ചക്കൊടിയുമുണ്ട് കാവിക്കൊടിയുമുണ്ട്. അതുകൊണ്ട് ഇത്തവണത്തെ ഇലക്ഷൻ BJP വോട്ടിംഗ് പെർസെൻറ്റേജ് കൂട്ടും എന്ന് മാത്രമല്ല സീറ്റുകളുടെ എണ്ണവും കൂട്ടും. അത്ര ഭയങ്കരമായ പോരാട്ടമാണ് അവർ ഇത്തവണ കാഴ്ചവെച്ചിരിക്കുന്നത്. എന്നാൽ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കൊടുങ്കാറ്റ്. ആ കൊടുങ്കാറ്റിൽ ഭരണപക്ഷം ചിതറിപ്പോകേണ്ടതാണ്. പക്ഷെ പൂർണ്ണമായും ചിതറിപ്പോകില്ല. കാരണം ഇതൊരു വലിയ കുത്തൊഴുക്ക് പോലെ, ഒരു നദി പോലെ ഇങ്ങനെ വന്നിട്ട് രണ്ടായി വിഭജിച്ചു പോകും. അവിടെ ഒരു ചെറിയ അഡ്വാൻറ്റേജ് LDF-ന് കിട്ടാൻ വഴിയുണ്ട്. കാരണം ഇതൊരു ഭാഗത്തേക്ക് കുത്തിയൊഴുകി BJP-യിലേക്കും മറുഭാഗത്തിലൂടെ കുത്തിയൊഴുകി കോൺഗ്രസിലേക്കും എത്തുന്നു. പക്ഷെ കോൺഗ്രസിൻ്റെ ഒരു പരാജയം ഈ കുത്തൊഴുക്കിനെ മുഴുവൻ തൻ്റെ അണക്കെട്ടിലേക്ക് കൊണ്ടുവന്ന് നിറയ്ക്കാൻ അവർക്ക് കഴിയുന്നില്ല. അത് അവിടെ ഇവിടെ വീണ്ടും കൈവഴികളായി എങ്ങോട്ടെങ്കിലുമൊക്കെ ഒലിച്ചു പോകുന്നു. ചിലത് കുറച്ച് BJP-യിലേക്ക് പോകാം, ചിലത് കുറച്ച് LDF-ലേക്ക് പോകാം. ഇങ്ങനെ ഒരു പ്രതിസന്ധിയും കൂടെ വന്നിരിക്കുന്നു. അപ്പം തൻ്റെ സൈഡിലേക്ക് വന്നിരിക്കുന്ന ആ കുത്തൊഴുക്കിനെ ഒരു അണക്കെട്ടാക്കി നിർത്തി ഒരു ഒന്നാന്തരം ജലസംഭരണിയാക്കാൻ അല്ലെങ്കിൽ വോട്ട് സംഭരണിയാക്കാൻ അവർക്ക് സാധിക്കാത്ത ഒരു പ്രശ്നവും തെക്കൻ കേരളത്തിൽ വന്നിട്ടുണ്ട്. വടക്ക് പിക്ചർ മറിച്ചായിരിക്കും. കാരണം അവിടെ മുസ്ലിം ലീഗിൻ്റെ ആ ഒരു കേഡർ സംവിധാനവും മതപരമായ ഒരു ബാക്ക്ഗ്രൗണ്ടും എല്ലാം കൂടെ വെച്ചിട്ട് അവർ ആ ആധിപത്യം നിലനിർത്തി പോയേക്കാം വടക്കോട്ട്. പക്ഷെ ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് കുറേ സ്ഥലങ്ങളിൽ ദുർബലമാകും. എന്നാൽ ഇടതുപക്ഷം ഈ കൊടുങ്കാറ്റ് അല്ലെങ്കിൽ ഈ വെള്ളപ്പാച്ചിൽ, മലവെള്ളപ്പാച്ചിൽ രണ്ടായി തിരിഞ്ഞ് ഭരണവിരുദ്ധ വികാരമായി പോകുന്നത് കൊണ്ട് ചില തുരുത്തുകൾ LDF നിലനിർത്തിയേക്കും. സംസ്ഥാനത്തും ഭരണവിരുദ്ധ വികാരവും ഉണ്ട്. അതുപോലെ തന്നെ തിരുവനന്തപുരത്തിന് കോർപ്പറേഷന്റെ ഒരു ഭരണവിരുദ്ധ വികാരവും നിൽക്കുന്നുണ്ട്. ആര്യ രാജേന്ദ്രൻ എന്ന് പറഞ്ഞാൽ 1000 വോട്ടെന്നാണ്. 1000 വോട്ടാണ് ആര്യ രാജേന്ദ്രൻ എന്നുള്ള വാക്ക് ഉച്ചരിച്ചാൽ എതിർപക്ഷത്തിന് പോകുന്നത്. അതുകൊണ്ട് CPM വളരെ സൂക്ഷിച്ചാണ് നിൽക്കുന്നത്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. ആര്യ ഇറക്കിയിട്ടില്ലല്ലോ. അതുകൊണ്ടാണ് ആര്യ ഇറക്കാത്തത്. ആര്യ ഇറക്കിയിട്ടില്ലെന്ന് മാത്രമല്ല, മറ സൃഷ്ടിച്ച് ഏതോ ഒരു അണ്ടർഗ്രൗണ്ടിൽ കൊണ്ട് താഴ്ത്തിയിരിക്കുകയാണ്. അതിന് കാരണം CPM-കാർക്കറിയാം, ആര്യ എന്ന വാക്ക് ഉച്ചരിച്ചാൽ തങ്ങളുടെ പെട്ടിയിലെ 1000 വോട്ട് പോകുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചാണ് അവർ. കാരണം ആ പെൺകുട്ടി എന്തെല്ലാം കാട്ടിക്കൂട്ടി എന്നുള്ളത്, അവർക്ക് അധികാര ഭ്രമം വന്നതാണോ, അതോ കുട്ടിത്തത്തിൻ്റെ അപാകത വന്നതാണോ, രാഷ്ട്രീയത്തിൻ്റെ അപക്വത കൊണ്ടാണോ, അതോ മറ്റുള്ള എൻ്റെ പാർട്ടിയിലെ ചില നേതാക്കളും ഞാനും ഉണ്ടെങ്കിൽ മറ്റുള്ളവരെല്ലാം എനിക്ക് പുച്ഛിക്കാം എന്നുള്ളത് കൊണ്ടാണോ എന്തെന്നറിയില്ല, അവർ തിരുവനന്തപുരത്തുകാരെ അതിക്രൂരമായി വെറുപ്പിച്ചു കളഞ്ഞു. അത് CPM-ന് ഇത്തവണത്തെ ഇലക്ഷനിൽ ചില പ്രഗത്ഭന്മാരുടെ വോട്ടുകൾ പോലും പുറകോട്ട് വലിക്കും. വലിയ പ്രഗത്ഭന്മാരുടെ 13-ാം തീയതി നിങ്ങൾ നോക്കിയോ, വലിയ പ്രഗത്ഭന്മാരുടെ വോട്ടുകളിൽ പോലും പിന്നോട്ട് വലിക്കുന്ന ചില സംഭവങ്ങൾ ഈ കുട്ടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.